മുഖ്യമന്ത്രിക്കെതിരെ ഒരു നോട്ടീസ് വരുന്നത് ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഇത് സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയത്തിൽ പോലും മുഖ്യമന്ത്രിക്കെതിരെ ഒരു നോട്ടീസ് നേരിട്ട് പുറപ്പെടുവിച്ചിട്ടില്ല. ഇതിപ്പോൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട RBIയുടെ അനുമതിയോടുകൂടി വാങ്ങി എന്ന് തോമസ് ഐസക് പറയുന്ന കിഫ്ബിയുടെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത്, അല്ലേ ശരൺ? അരുൺകുമാർ, ഇപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് പോയത് എന്നുള്ള കാര്യത്തിൽ തന്നെ നമുക്ക് വ്യക്തത വരുത്താം. അതായത് ED ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് മുഖ്യമന്ത്രിയാണ് കിഫ്ബിയുടെ ചെയർമാൻ, ആ നിലയ്ക്കാണ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. നേരത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ആയിരുന്നു വൈസ് ചെയർമാൻ. അങ്ങനെ ഈ രണ്ടു പേർക്കും ഇതിന് പുറമെയാണ് കിഫ്ബി മറ്റ് ഉദ്യോഗസ്ഥർ, അതായത് കിഫ്ബിയുടെ CEO ആയ KM എബ്രഹാം അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഈ അന്വേഷണം വലിയ രീതിയിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണം നടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് തോമസ് ഐസക് അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകിക്കൊണ്ടിരുന്നത്. ഇതിനിടയിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ കിഫ്ബി ബോണ്ട് വഴി, അതായത് ഇത്തരത്തിൽ പണം സമാഹരിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഉപയോഗപ്പെടുത്തിയത് അത് ഫെമ ചട്ടലംഘനം നടന്നു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ അവർ കംപ്ലൈന്റ് ഫയൽ ചെയ്തത്. സാധാരണഗതിയിൽ PMLA കേസാണെന്നുണ്ടെങ്കിൽ ഒരു കുറ്റപത്രമായിട്ട് ആണ് ഫയൽ ചെയ്യുക, അങ്ങനെയാണ് ഫയൽ ചെയ്യുക. പക്ഷേ ഇത് ഫെമ കേസാണ്, ഇതൊരു സിവിൽ കേസാണ്. അങ്ങനെയാണ് ഇത് ഒരു കംപ്ലൈന്റ് ആയിട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. ആ കംപ്ലൈന്റ് അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ ശനിയാഴ്ച മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിനെ മറുപടി നൽകേണ്ടി വരും. ED ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ നേരിട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ്. മറിച്ച് അഭിഭാഷകൻ മുഖേന ആയാലും അത് സംബന്ധിച്ചുള്ള മറുപടി നൽകിയാൽ മതിയാകുമെന്നുള്ളതാണ്. കാരണം ഇത് PMLA കേസ് പോലെ അത്ര ഒരു കടുത്ത കേസല്ല, ഫെമ കേസാണ്. ആ ഫെമ കേസിലാണ് ഇത്തരത്തിൽ നോട്ടീസ്, ഷോക്കോസ് നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ശനിയാഴ്ചയാണ് ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് കൈമാറിയെന്നുള്ള കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ്